നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ താരങ്ങൾ രഞ്ജി ട്രോഫിയിൽ കളിക്കുമ്പോൾ നിരാശയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മുംബൈയുടെ കളിയിൽ ഹിറ്റ്മാൻ പരാജയപ്പെട്ടിരുന്നു. വലിയ നിരാശ ആരാധകർക്കുണ്ടാക്കി. ഇപ്പോഴിതാ വലിയ രൂപത്തിൽ ആരാധകർ പ്രതീക്ഷയോടുകൂടി തിങ്ങി നിറഞ്ഞ ഡൽഹിയിലെ സ്റ്റേഡിയത്തിൽ കിങ് കോഹ്ലിയും നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഡൽഹിയും റെയിൽവേസും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. ആദ്യ ഇന്നിങ്സിൽ റെയിൽവേസ് 241 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഡൽഹി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 104 എന്ന രൂപത്തിലാണ് ഡൽഹി ഉള്ളത്. ഏതായാലും ഡൽഹിയുടെ മൂന്നാമത്തെ വിക്കറ്റായിട്ട് പുറത്തേക്ക് പോയത് കിങ് കോഹ്ലിയാണ്. യാഷ്ദുൾ പുറത്തായ ഘട്ടത്തിലാണ് കിങ് കോഹ്ലി ക്രീസിലേക്ക് വരുന്നത്. വലിയ രൂപത്തിൽ ജനം തടിച്ചുകൂടിയിരിക്കുകയാണ്. ഒരു ഡൊമസ്റ്റിക് മത്സരത്തിന് ഇത്ര ആരാധകരെ നമ്മൾ കാണാറില്ല. അത് അങ്ങനെ കാണികൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കിങ് കോഹ്ലി തന്നെയാണ്. അവരെല്ലാവരും കാത്തിരുന്നത്, ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ മികച്ചൊരു ഇന്നിങ്സ് ആയിരുന്നെങ്കിൽ 15 പന്തുകളിൽ നിന്ന് 6 റൺസ് എടുത്ത് ഒരു 4 അടിച്ച് 6 റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങിപ്പോയി. ഹിമാൻഷു സാങ്വാൻ്റെ പന്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫ് സ്റ്റമ്പ് പറന്നുപോയി. അതിങ്ങനെ കറങ്ങി പോകുന്ന കാഴ്ച ആരാധകരുടെ ഇടനെഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. കാരണം അത്രയധികം ആരാധകർ അവിടെ എത്തിയിരുന്നു. അവരാകെ നിശബ്ദരാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായത്. ഏതായാലും രഞ്ജി ട്രോഫിയിലും രക്ഷയില്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥ തന്നെ. എന്തായാലും ഇനിയിപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് എത്താൻ പോവുകയാണല്ലോ. ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ വരുന്നു. അതിനു മുമ്പ് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന മത്സരങ്ങൾ വരുന്നുണ്ട്. അപ്പം അവിടെ മികച്ച പ്രകടനത്തിലേക്ക് കിങ് കോഹ്ലി മാറുമെന്ന് കരുതാം. ഈ രഞ്ജി ട്രോഫിയിൽ ഇനിയിപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ എന്താകും എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ ഒന്നാം ഇന്നിങ്സിലെ മോശം പ്രകടനത്തിന് അദ്ദേഹം രണ്ടാം ഇന്നിങ്സിൽ മറുപടി കൊടുത്തേക്കാം. കാരണം കിങ് കോഹ്ലിയാണ്, നമുക്കൊരു തരത്തിലും എഴുതള്ളാൻ കഴിയില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.